ഡാഡിയുടെയും മമ്മിയുടെയും നിങ്ങൾ പരിചയപ്പെട്ടില്ലേ? ഇനി അവരുടെ ചെറിയ കുസൃതികളും തമാശകളും നമുക്കൊന്ന് കാണാം. ശബ്ദം മാനവ് ബേബി ശബ്ദം പോവ് എന്നും എന്നും ബീ 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 കളിവീട്ടിൽ നാം എത്തും പലകറി വെച്ച് രസിക്കും ഡാഡി മമ്മി കാണാതെ ബേബി നമ്മൾ ഒളിക്കും ആഘോഷിക്കാൻ ഞങ്ങൾ ആടിപ്പാടാൻ ഞങ്ങൾ വാവ നിങ്ങൾ കൂട്ടായി നാം ഒന്നായി രസിക്കാം കളിവീട്ടിൽ നാം എത്തും പലകറി വെച്ച് രസിക്കും ഡാഡി മമ്മി കാണാതെ ബേബി നമ്മൾ ഒളിക്കും. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് പാട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു അല്ലേ? നിങ്ങൾ ഒളിച്ചും പാത്തും കളിക്കാൻ അറിയാം. ഇവിടെ മിനുവും അപ്പും ഒളിച്ചും പാത്തും കളിക്കാൻ പോവാണ്. നമുക്കൊന്ന് കണ്ടാലോ? ഹായ് ഡാൻസി. മീനും അപ്പവും ഒളിച്ചും പാത്തും കളിക്കുകയാണ്. ഇനി അപ്പുവിന്റെ അവസരമാണ് ഒളിക്കാൻ. മീനു എണ്ണിക്കഴിയുന്നതിന് മുമ്പ് അപ്പു എവിടെയെങ്കിലും ഒളിക്കണം. 1 2 3 4 5 6 7 8 9 10. ഞാൻ കണ്ണു തുറക്കാനേ. അപ്പു എവിടെയാണ് ഒളിച്ചതെന്ന് ഇനി മീനു കണ്ടുപിടിക്കണം. കണ്ണേ. മീനു അപ്പുവിനെ കണ്ടുപിടിച്ചു. അപ്പോ ഞാൻ നിന്നെ പെട്ടെന്ന് കണ്ടുപിടിച്ചു. ഇനി മീനുവിന്റെ അവസരമാണ് ഒളിക്കാൻ. ഞാൻ സഹായിക്കാം അപ്പു എണ്ണാൻ. 1 2 3 4 5 6 7 8 9 10. ശരി അപ്പു, കണ്ണു തുറന്നോളൂ. മീനു എവിടെ ഒളിച്ചിരിക്കുന്നതെന്ന് ഇനി അപ്പു കണ്ടുപിടിക്കണം. മീനു ടേബിളിന്റെ അടിയിൽ ഒളിച്ചിട്ടില്ല. അപ്പോ നീ മുകളിൽ നോക്ക്. മീനു കട്ടിലിന്റെ അടിയിലും ഇല്ലല്ലോ. അതെന്താ ഒരു ശബ്ദം കേൾക്കുന്നത്? മീനു കർട്ടന്റെ അടിയിലുമില്ല. മീനു വാതിലിന്റെ അടിയിലും ഇല്ലല്ലോ. ആ ശബ്ദം വീണ്ടും കേൾക്കുന്നുണ്ടല്ലോ. അതെന്തായിരിക്കും? മീനു എവിടെ ഒളിച്ചിരിക്കുന്നതെന്ന് അപ്പു കണ്ടുപിടിച്ചു. നമുക്ക് അപ്പുവിനും ഒരവസരം കൊടുക്കാം. ഇപ്രാവശ്യം അവൻ നന്നായി വിളിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 1 2 3 4 അയ്യോ കഷ്ടം, മീനു അപ്പുവിനെ കണ്ടുപിടിക്കും. 7 അപ്പു ഇങ്ങോട്ട് വാ. 9 10. ഞാൻ കണ്ണു തുറക്കാനേ. അപ്പു ഇവിടെ ഇല്ലല്ലോ. അപ്പു എപ്പോഴും ടേബിളിന്റെ അടിയിലല്ലോ ഒളിക്കാൻ.
മീനു നീ മുകളിൽ നോക്കുന്നുണ്ടോ? എനിക്കറിയാം അവൻ എവിടെയാന്ന്. ടോയ് ബോക്സിൽ ഉണ്ടാവും. അപ്പു ടോയ് ബോക്സിലും ഇല്ല. അവൻ എവിടെയായിരിക്കും? മീനുവിന് അപ്പുവിനെ ഒരിടത്തും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പു എവിടെയാന്ന് കണ്ടെത്താനായില്ല ഡാഡി. ഓ, അവൻ എവിടെയായിരിക്കും? അപ്പുവിനെ കുറിച്ച് എന്തൊക്കെയോ ന്യൂസ് പേപ്പറിലുണ്ട്. അപ്പു, നിന്നെ ഞാൻ കണ്ടേ. ഓ, അത് ഒളിക്കാൻ നല്ലൊരു സ്ഥലമായിരുന്നു. അപ്പു മുഴുവൻ സമയവും ഡാഡിയുടെ പേപ്പറിന്റെ അടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. കൂട്ടുകാരെ, മീനുവും അപ്പും ഒളിച്ചും പാത്തും കളിച്ചത് കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ഡാഡിക്കും മാമിക്കും കുറെ പഴയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കിട്ടി. അതെന്താണെന്ന് നമുക്കൊന്ന് കാണാം. Musical instruments. ഡാഡി ബിയും മമ്മി ബിയും വീട് വൃത്തിയാക്കിയായിരുന്നു. മമ്മി ബിയും ഞാനും ഈ വീട് വൃത്തിയാക്കിയപ്പോൾ ഒരു പഴയ ബോക്സ് കിട്ടി. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ ഈ പെട്ടിയിൽ എന്താണെന്ന്? ഇല്ല. ഇതിൽ നിറയെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ആ, ഇതിൽ നിറയെ പൊടിയാണെന്ന് തോന്നുന്നു. ഇതാണ് വയലിൻ. ഞാൻ ചെറുപ്പത്തിൽ ഇത് നന്നായി വായിക്കുമായിരുന്നു. മമ്മി, വയലിൻ ഒന്ന് വായിക്കാമോ? കുറെ നാളായി ഞാനിത് വായിച്ചിട്ട്. പ്ലീസ് മമ്മി, ഒന്ന് വായിച്ചാ. ഞാൻ മറന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. എനിക്കിതാ വായിക്കാൻ. മീനു, ഇത് ഇങ്ങനെ പിടിക്കണം. ഓ ഡിയർ, നീ വായിച്ചത് നന്നായില്ലല്ലോ. അപ്പുവിനും വയലിൻ വായിക്കണമെന്ന് തോന്നി. ഇതെങ്ങനെ പിടിക്കണം? അയ്യോ, ഇത് ശരിയായില്ലല്ലോ. വയലിൻ വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണല്ലേ? മീനു, നീ ഈ ഡ്രം ഒന്ന് വായിച്ചു നോക്കിയേ. താങ്ക് യു ഡാഡി. ഇത് പിന്നെയും ഭേദമാണ്. നന്നായിട്ടുണ്ട്. അതെ, ആ ശബ്ദം മനോഹരമായിരിക്കുന്നു. ഇത് ഡാഡി ബിയുടെ പഴയ അക്വേഡേനാ. ഞാനിത് വായിച്ചിരുന്നത് മമ്മിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്. ഓ ഡാഡി ബി, ഞാനിപ്പോ അതൊക്കെ ഓർത്തു പോവുകയാ. മീനുവിന് ഡ്രംസ് വളരെയധികം ഇഷ്ടമായി. ഹോ, 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 ഹോ. അപ്പുവിനും അക്കോഡിയം വായിക്കാൻ തോന്നി. നിനക്കിത് വായിക്കാൻ കഴിയില്ല അപ്പു, കാരണം ഇത് വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോ ഈ അക്കോർഡിയം വായിക്കാൻ എന്റെ ഡ്രംസിനേക്കാളും പാടാ. ശരി അപ്പു, നീ ഒന്ന് നോക്ക്. അക്കോഡിയം വായിക്കാൻ മാത്രം അപ്പു അത്ര വലുതല്ല. ഡാഡി, ഇനി എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഈ പെട്ടിയിലുണ്ട്? ഇനി ഈ ഹോൺ മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കട്ടെ. ഇത് വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് വായിച്ചത് ശരിയായില്ല. ഇത് സാരമല്ല ഡാഡി. ഇത് കണ്ടിട്ട് എനിക്ക് വായിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. അത് ഒട്ടും ശരിയായില്ലല്ലോ. ഇത് എനിക്ക് മാത്രമേ വായിക്കാൻ പറ്റൂ. ഇതും ശരിയായില്ല. മീനു പറഞ്ഞത് ശരിയാ, ഇത് അത്ര എളുപ്പമല്ല വായിക്കാൻ. വിഷമിക്കേണ്ട ഡാഡി ബി, നിങ്ങൾ അതിമനോഹരമായി അക്കോർഡിയൻ വായിക്കുമല്ലോ. ഓക്കെ, ഞാൻ നല്ലതുപോലെ അക്കോർഡിയൻ വായിക്കാം. ഞാൻ എൻ്റെ വയലിൻ വായിക്കാം. ഞാൻ ഡ്രംസും വായിക്കാം. മമ്മി ബി വയലിൻ വായിച്ചു, ഡാഡി ബി അക്കോഡിയം വായിച്ചു, പിന്നെ മീനു ബി ഡ്രംസും വായിച്ചു. പക്ഷേ അപ്പു എന്ത് ഇൻസ്ട്രുമെന്റ്സ് വായിക്കും? അപ്പു പോയി ഹോൺ വായിച്ചു. ഡാഡിക്കും വായിക്കാൻ കഴിഞ്ഞില്ല, മമ്മിക്കും വായിക്കാൻ കഴിഞ്ഞില്ല, പിന്നെ എനിക്കും വായിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അത് അപ്പൂന് വായിക്കാം.
കളിക്കാൻ പോയിരിക്കാം. നമുക്കൊന്ന് അവിടെ സഹായിച്ചാലോ? Mr. Dinosaur's lost. അപ്പുവിന്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടമാണ് ഡൈനോസർ. ഡൈനോസർ. അപ്പുവിന് ഡൈനോസറെ വലിയ ഇഷ്ടമാണ്. ചില സമയത്ത് അപ്പുവിന് ഡൈനോസറെ വെച്ച് മീനുവിനെ പേടിപ്പിക്കാൻ ഇഷ്ടമാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഡൈനോസർ അപ്പുവിന്റെ അടുത്ത് തന്നെ ഇരിക്കും. ആരാ ശബ്ദം ഉണ്ടാക്കിയത്? അപ്പു, നീയാണോ? ഡൈനോസർ. ഗുഡ് നൈറ്റ് മീനു. ഗുഡ് നൈറ്റ് അപ്പു. ഗുഡ് നൈറ്റ് ഡിനോസർ. അപ്പു ഉറങ്ങാൻ പോകുമ്പോഴും ഡൈനോസർ അപ്പുവിന്റെ കൂടെ ഉണ്ടാകും. ഡൈനോസർ. അപ്പുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഡൈനോസറെ മുകളിലേക്ക് എറിഞ്ഞ് താഴേക്ക് വരുമ്പോൾ പിടിക്കുന്നതാണ്. മീനു ബിയും ഡാഡി ബിയും പാമ്പും കോണിയും കളിക്കുകയാണ്. ഞാൻ ജയിച്ചു. ഓ വെൽ ഡൺ മീനു. അപ്പു, എന്തിനാ നീ കരയുന്നേ? ഡൈനോസർ. അപ്പു, എന്താ ഡൈനോസറിനെ കാണാനില്ലേ? അപ്പുവിന് ഡൈനോസറെ നഷ്ടമായി. കരയണ്ട അപ്പു, നമുക്ക് ഡിനോസറിനെ കണ്ടുപിടിക്കാം. അതൊരു ഡിറ്റക്റ്റീവിന്റെ ജോലിയാണ്. ഡാഡി, എന്തായി ഡിറ്റക്റ്റീവ്? ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട സാധനങ്ങളെ കണ്ടുപിടിച്ചു കൊടുക്കുന്നവരാണ്. ഞാൻ ഡിറ്റക്റ്റീവ് ആവാൻ പോകുകയാണ്. ഓക്കെ, ശരി. മീനു ഒരു ഡിറ്റക്റ്റീവാണ്. അപ്പോ നല്ല ഡിറ്റക്റ്റീവ് ആണ്. ഞാൻ നിന്നെ ഡൈനോസറിനെ കണ്ടുപിടിക്കാൻ സഹായിക്കാം. ഒരു ഡിറ്റക്റ്റീവ് നഷ്ടപ്പെട്ട സാധനത്തെക്കുറിച്ച് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോ നിന്റെ ഡൈനോസർ എവിടെ പോയി? അപ്പുവിന് അറിയില്ല ഡൈനോസർ എവിടെയാണെന്ന്. ഒരു ഡിറ്റക്റ്റീവ് സാധനങ്ങൾ കണ്ടുപിടിക്കാൻ നന്നായി പരിശ്രമിക്കണം. എനിക്കറിയാം അതെവിടെയാണ്. അപ്പോഴും ഡൈനോസറിന്റെ ഒപ്പമാണ് ഇന്ന് ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് ഡൈനോസർ എവിടെ ഉണ്ടാകും? ഡൈനോസർ കിച്ചണിലില്ല. അപ്പോഴും ഡൈനോസറിന്റെ കൂടെ കിടന്നാണ് ഉറങ്ങുന്നത്. ഡൈനോസർ അപ്പുവിന്റെ ബെഡിലുമില്ല. ചിലപ്പോൾ പൂന്തോട്ടത്തിലുണ്ടാകും. അതേ, പൂന്തോട്ടത്തിലുണ്ടാകും. എവിടെയാണ് ഡൈനോസർ? ഡൈനോസറെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഡൈനോസറെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പു, നിനക്ക് ഡൈനോസറിനെ മുകളിലേക്ക് എറിഞ്ഞു കളിക്കുന്ന ഇഷ്ടമാണോ? എനിക്ക് തോന്നുന്നു അപ്പു ഡൈനോസറിനെ വളരെ മുകളിലേക്ക് എറിഞ്ഞിട്ടുണ്ടാകുമെന്നാണ്. ഞാനത് കണ്ടേ. വെൽ ഡൺ മീനു, നീ ഒരു യഥാർത്ഥ ഡിറ്റക്റ്റീവാണ്. ഡൈനോസറെ തിരിച്ചു കിട്ടിയപ്പോൾ അപ്പുവിന് വളരെയധികം സന്തോഷമായി. എനിക്ക് തോന്നുന്നത് ഡിനോസറിനെ മരത്തിലേക്ക് എറിയുന്നത് നല്ലൊരു കളിയാണെന്നാണ്. ഡൈനോസറിനെ കണ്ടുപിടിച്ചത് ഇഷ്ടമായോ? നിങ്ങൾക്ക് ഹിക്കപ്സ് വരാനുണ്ടോ? ഒരു ദിവസം മീനുവിനും അപ്പുവിനും ഹിക്കപ്സ് വന്നു. നല്ല രസമായിരുന്നു. നമുക്കതൊന്ന് കണ്ടാലോ? മീനുവും അപ്പുവും മമ്മി ബിയും ഡാഡി ബിയും കൂടി പ്രഭാത ഭക്ഷണം കഴിക്കുകയാണ്. മീനുവും അപ്പുവും പൂന്തോട്ടത്തിൽ കളിക്കാൻ പോകാൻ കാത്തു നിൽക്കുകയാ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളിക്കാൻ പോകാം. അപ്പു, ഇത്ര വേഗത്തിൽ ജ്യൂസ് കുടിക്കല്ലേ? അപ്പു ജ്യൂസ് വേഗത്തിൽ കുടിച്ചതുകൊണ്ട് അപ്പുവിന് ഹിക്കപ്സ് ഉണ്ടായി.
ഇത് ഞാൻ പൊക്കട്ടെ. അപ്പുവിന് ഹിക്കപ്പ് ഉള്ളപ്പോ പുറത്ത് കളിക്കാൻ പോകാൻ പാടില്ല. പക്ഷെ അപ്പുവിന് ഹിക്കപ്പ് മാറി. അപ്പു ഹിക്കപ്പ് നടത്തു. ശരി, നിങ്ങൾ കളിക്കാൻ പൊക്കോളൂ. പക്ഷെ അപ്പുവിനെ നോക്കിക്കൊള്ളാം കേട്ടോ. മീനുവിനും അപ്പൂനും പൂന്തോട്ടത്തിൽ കളിക്കാൻ വളരെ ഇഷ്ടമാണ്. അപ്പു ഞാൻ ബോളറിഞ്ഞു തരാം, നീ ഇത് പിടിക്കണം. അപ്പു ഹിക്കപ്പ് നടത്തു. അപ്പൂന്റെ ഹിക്കപ്പ് കാരണം മീനുവിന് കളിക്കാൻ പറ്റുന്നില്ല. അപ്പു ഇന്നത് എനിക്കറിഞ്ഞതാ. അപ്പു എനിക്കറിയാം നിന്റെ ഹിക്കപ്പ് എങ്ങനെ മാറ്റണമെന്ന്. ഇനി നീ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. നീ നിന്റെ തലയും വയറും തിരുമണം. ഇപ്പൊ തന്നെ ഹിക്കപ്പ് മാറിയില്ലേ? ഹിക്കപ്പ് മാറ്റാനുള്ള മീനുവിന്റെ മാർഗം ഫലിച്ചില്ല. അപ്പോ നീ ഞാൻ പറഞ്ഞത് ശരിക്കും ചെയ്തില്ല. ഹിക്കപ്പ് മാറ്റാനുള്ള നല്ല മാർഗം എനിക്കറിയാം. ആദ്യം മുകളിലേക്കും താഴേക്കും 3 പ്രാവശ്യം ഒറ്റ കാലിൽ ചാടണം. ഇനി നിന്റെ കൈകൾ മുകളിലേക്കും താഴേക്കും വീശണം. എന്നിട്ട് തലയും കുലുക്കണം. അങ്ങനെ ഇനി നിന്റെ കണ്ണൊന്ന് അടയ്ക്കണം. എന്നിട്ട് 3 പ്രാവശ്യം തിരിയണം. അപ്പൂന്റെ ഹിക്കപ്പ് മാറ്റാനുള്ള മീനുവിന്റെ പുതിയ മാർഗവും ഫലിച്ചില്ല. എനിക്കറിയാം ഹിക്കപ്പ് മാറ്റാൻ. അപ്പൂന് ഇപ്പോഴും ഹിക്കപ്സ് ഉണ്ട്. എനിക്കറിയാം ഹിക്കപ്പ് മാറ്റാൻ. അപ്പോ നിന്നെ പേടിപ്പിക്കാൻ പോവാണ്. ഇനി ഓർക്കുക, ഇതൊരു കളി മാത്രമാണ്. മീനു, അവൻ കൊച്ചുകുട്ടിയല്ലേ, ഇങ്ങനെയാണോ അവന്റെ കൂടെ കളിക്കുന്നേ? ക്ഷമിക്കണം അമ്മേ, ഞാൻ അവന്റെ ഹിക്കപ്പ് മാറ്റാൻ നോക്കിയതാ. അപ്പൂന്റെ ഹിക്കപ്പ് മാറി. അപ്പു വേഗത്തിൽ ജ്യൂസ് കുടിച്ചാൽ വീണ്ടും ഹിക്കപ്പ് ഉണ്ടാകും. ഞാൻ അപ്പുന്റെ പോലെ ചെറിയ കുട്ടിയല്ലേ, എനിക്ക് എത്ര വേഗം വേണമെങ്കിലും കുടിക്കാം. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് രഹസ്യപ്പെട്ടി ഒന്നറിയാമോ? മീനുവിനും അപ്പുവിനും മമ്മിയുടെ രഹസ്യപ്പെട്ടി ഉണ്ടാക്കി കൊടുത്തു. അതിൽ അവരെന്തൊക്കെ ഇടുന്ന് നമുക്കൊന്ന് കാണാം. മമ്മി ബി മീനുവിന് വേണ്ടി ഒരു പേപ്പർ പെട്ടി ഉണ്ടാക്കി. മീനു, ഈ പെട്ടി നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ്. താങ്ക് യു മമ്മി. ഇതൊരു രഹസ്യപ്പെട്ടിയാണ്. ഇതിൽ നിനക്ക് നിന്റെ രഹസ്യ സാധനങ്ങൾ വെക്കാം. എന്തൊക്കെ സാധനങ്ങളാണ് മമ്മി എനിക്കിതിൽ വെക്കാൻ പറ്റുന്നത്? അത് നിനക്ക് മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ. കാരണം ഇത് നിന്റെ രഹസ്യപ്പെട്ടിയാണ്. എനിക്കറിയാം എന്തെങ്കിലും വെക്കണ്ടേന്ന്. ഓ, നിനക്കറിയാമോ? എന്നോട് പറയണ്ട. മമ്മിയോടും ഡാഡിയോടും അപ്പോഴോടും ഞാനിത് പറയില്ല. ഇതൊരു രഹസ്യമാണ്. അപ്പോ ഇതിന്റെ രഹസ്യപ്പെട്ടിയാണ്. ഇപ്പോൾ ഇതിനകത്തൊന്നുമില്ല. ഇതിലിടാൻ എനിക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കണം. അപ്പൂന് മീനുവിനെ സഹായിക്കണമെന്നുണ്ട്. വേണ്ട അപ്പു, പെട്ടിയിലെന്താന്ന് ഞാൻ മാത്രമേ അറിയാൻ പാടുള്ളൂ. ഞാനത് തിരഞ്ഞെടുക്കുന്നത് വരെ നീ പുറത്തു നിൽക്കണം. മീനു പെട്ടിയിലിടാനുള്ള രഹസ്യ സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ഇപ്പൊ എന്റെ രഹസ്യപ്പെട്ടിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമുണ്ട്. അപ്പോ നീ ഇതിനകത്ത് എന്താ നോക്കാൻ പാടില്ല.
അപ്പൂന് മീനുവിന്റെ രഹസ്യപ്പെട്ടിയിൽ എന്താണെന്നറിയാൻ ആഗ്രഹമുണ്ട്. അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പെട്ടിയിൽ എന്താന്ന് ഊഹിക്കാമോ? ഡൈനോസർ. ആ, അപ്പു നിന്നോട് എന്ത് ചോദിച്ചാലും നീ ഡൈനോസർ എന്നാണല്ലോ പറയുന്നത്. എന്തായാലും ഡൈനോസർ വലുതല്ലേ, ഈ പെട്ടിയിൽ കൊള്ളില്ല. മീനുവിന്റെ രഹസ്യപ്പെട്ടിയിൽ എന്താണെന്ന് ഊഹിക്കാൻ അപ്പൂന് പറ്റിയില്ല. ഡാഡി, ഇതെന്റെ രഹസ്യപ്പെട്ടിയാണ്. മമ്മി എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നതാ. ഇത് വളരെ നല്ലതാണല്ലോ മീനു. ഇതിനകത്ത് എന്താണ്? അതെ, ഒരു രഹസ്യമാണ്. അപ്പു ഊഹിക്കാൻ ശ്രമിച്ചു. അവൻ പറഞ്ഞത് തെറ്റായിരുന്നു. ഞാനൊന്ന് ശ്രമിക്കട്ടെ. ശരി. നീ എന്റെ ഗ്ലാസ് ആണോ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്? അല്ല. ഡാഡിയുടെ കണ്ണാടി ഡാഡിയുടെ മുഖത്ത് തന്നെയുണ്ട്. പാവം ഡാഡി. ഡാഡിക്ക് ശരിയായ രീതിയിൽ ഊഹിക്കാമായിരുന്നു. അതിവിടെ ഉണ്ടല്ലോ. അല്ല, ഇതോടെ ഡാഡിയുടെ ഉരം തീർന്നു. മീനുവിന് രഹസ്യങ്ങൾ ഇഷ്ടമാണ്. മമ്മി, ഈ പെട്ടിയിൽ എന്താന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞല്ലോ. ഞാൻ അപ്പൂനും കൂടി ഒരു പെട്ടി ഉണ്ടാക്കി കൊടുത്തു. അവനും അതിൽ രഹസ്യ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ അപ്പൂന് മാത്രമേ അതിന്റെ ഉള്ളിൽ എന്താണെന്നറിയൂ. ഓ, അപ്പുവിന്റെ കയ്യിൽ എന്താണ്? മീനുവിന് അപ്പൂന്റെ പെട്ടിയിൽ എന്താണെന്നറിയാൻ ആഗ്രഹമുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ്, എനിക്ക് ഊഹിക്കാൻ പറ്റിയില്ല. അവൾ ചെയ്യുന്നത് പോലെ രഹസ്യം വേറെ ആരും ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമല്ല. ചിലപ്പോൾ നിന്റെ പെട്ടിയിലുള്ള ഒരു സാധനം അപ്പൂന് കാണിച്ചാൽ അവനും അവന്റെ പെട്ടിയിലുള്ള ഒരു സാധനം കാണിക്കും. ശരി, പക്ഷെ രണ്ടുപേരും ഒരേ സമയം കാണിക്കണം. അതൊരു നല്ല ഐഡിയയാണ്. ഞാൻ 3 വരെ എണ്ണിക്കഴിയുമ്പോൾ നിങ്ങളുടെ പെട്ടിയിലുള്ളത് എന്നെ കാണിക്കണം. തുടങ്ങട്ടെ. 1 2 3. അപ്പൂന്റെ കയ്യിൽ ഡ്രംസ് ആണുള്ളത്. മീനുവിന്റെ കയ്യിൽ ഹോണാണുള്ളത്. ഓ, നന്നായിട്ടുണ്ട്. അപ്പൂന്റെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ട്. പക്ഷേ മീനുവിന്റെ പെട്ടിയിൽ ഒന്നുമില്ല. അപ്പുവും മീനുവും മമ്മിയും ഡാഡിയും ചോക്ലേറ്റ് എടുത്തു. എൻ്റെ കയ്യിൽ ഒരു സീക്രട്ട് ബോക്സ് ഉണ്ട്. ഞാൻ ഈ ചോക്ലേറ്റ് അതിൽ ഒളിപ്പിക്കാൻ പോകും. നിങ്ങൾക്ക് പറയാമോ അതെവിടെയാണ്? കയ്യിലുമുണ്ട് ചോക്ലേറ്റ്. നിങ്ങൾക്ക് പറയാമോ അതെവിടെയാണ്? ഡാഡിയുടെ വയറായിരുന്നു സീക്രട്ട് ബോക്സ്. കയ്യിലുമുണ്ട് ചോക്ലേറ്റ്. എന്റെ കയ്യിലുണ്ട്. ഹായ് കൂട്ടുകാരി, മീനുവിന്റെ അപ്പുവിന്റെ രഹസ്യപ്പെട്ടി നിങ്ങൾക്ക് ഇഷ്ടമായോ? അയ്യോ, ഡാഡിയുടെ കണ്ണട കാണാനില്ല. മീനു അപ്പവും അത് നോക്കാൻ പോവാ. നമുക്ക് അവരെ കൂടിയാലോ? Daddy loves his cousins. ഡാഡി ബി ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഗ്ലാസ് വെച്ചാലേ ഡാഡി ബിക്ക് ശരിക്കും കാണാൻ പറ്റൂ. ഡാഡി ബി ഗ്ലാസ് വെക്കുമ്പോൾ എല്ലാം നന്നായി കാണാം. പക്ഷേ ഡാഡി ബി ഗ്ലാസ് മാറ്റുമ്പോൾ അതിനെ ഒന്നും ശരിക്കും കാണാൻ പറ്റില്ല. എല്ലാം ഇച്ചിരി പതുക്കെ വ്യക്തമല്ലാതെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഡാഡി ബിക്ക് തന്റെ ഗ്ലാസ് എവിടെയെന്ന് അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചില സമയത്ത് ഡാഡി ബിക്ക് തന്റെ ഗ്ലാസ് നഷ്ടപ്പെടും. മീനു, അപ്പു, നിങ്ങൾ ഡാഡി ബീന്റെ ഗ്ലാസ് കണ്ടിരുന്നോ? ഡാഡിക്ക് അത് കണ്ടെത്താനായില്ല. ഇല്ല മമ്മി. ഡാഡി ബിയുടെ ഗ്ലാസ് എവിടെയെന്ന് മീനുവിനും അപ്പൂനും അറിയില്ല. ഡാഡി ബീന്റെ ഗ്ലാസ് ഇല്ലാതെ ഒന്നും കാണാൻ പറ്റില്ല. ഗ്ലാസ് എവിടെ വെച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? ഗ്ലാസ് ഇല്ലാതെ ഡാഡി ബിക്ക് ന്യൂസ് പേപ്പർ വായിക്കാൻ പറ്റില്ല. ഇത് വളരെ കഷ്ടമാണല്ലോ. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഡാഡി ബീന്റെ ഗ്ലാസ് ഇല്ലാതെ ഒന്നും കാണാൻ പറ്റില്ല. ഗ്ലാസ് വെക്കാത്തപ്പോൾ ഞാനത് പോക്കറ്റിലാണ് ഇടാറുള്ളത്. പക്ഷെ അത് അവിടെയുമില്ല. ഡാഡി, ഞങ്ങൾ സഹായിക്കട്ടെ കണ്ണട കണ്ടുപിടിക്കാൻ. ഡാഡി ബി, ഗ്ലാസ് എവിടെ വെച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? ഞാൻ മൂഡ് ഓഫ് അല്ല കേട്ടോ.
മീനും അപ്പവും ഡാഡിയുടെ ഗ്ലാസ് നോക്കുകയാണ്. മീനു ന്യൂസ് പേപ്പറിന്റെ അടിയിൽ നോക്കി, പക്ഷേ ഡാഡി ബിയുടെ ഗ്ലാസ് അവിടെയില്ല. അപ്പു ടിവിയുടെ മുകളിൽ നോക്കി, പക്ഷേ ഡാഡി ബിയുടെ ഗ്ലാസ് അവിടെയുമില്ല. ഞങ്ങൾ മുകളിൽ മമ്മിയുടെയും ഡാഡിയുടെയും ബെഡ്റൂമിൽ നോക്കട്ടെ. അപ്പോ ശ്രദ്ധിക്കുക, ഒന്നും പൊട്ടിക്കരുത്. ഇത് തമാശല്ല. അമ്മയുടെയും ഡാഡിയുടെയും ബെഡ്റൂമിൽ നോക്കുകയാണ്. മീനു പില്ലോടെ അടിയിൽ നോക്കി, പക്ഷേ ഡാഡി ബീന്റെ ഗ്ലാസ് അവിടെയും ഇല്ലല്ലോ. അപ്പു ഡാഡിയുടെ ചെരുപ്പിന്റെ അടിയിൽ നോക്കി, പക്ഷേ അവിടെയും ഇല്ല. നമുക്ക് ബാത്റൂമിൽ നോക്കാം. മീനുവും അപ്പവും ബാത്റൂമിൽ നോക്കുകയാണ്. ഗ്ലാസ് ടോയ്ലറ്റിലുമില്ല. ഇത് വളരെ ബുദ്ധിമുട്ടാണ്. മീനുവിനും അപ്പുവിനും ഡാഡിയുടെ ഗ്ലാസ് ഒരിടത്തും കണ്ടെത്താൻ പറ്റിയില്ല. ഞങ്ങൾ എല്ലായിടത്തും ഡാഡിയുടെ ക്ലാസ് നോക്കി, പക്ഷെ ഒരിടത്തും കണ്ടില്ല. ഇനി നമ്മൾ എന്തു ചെയ്യും? ഞാൻ ഗ്ലാസ് ഇല്ലാതെ നടക്കാൻ പഠിക്കണം. ഞാൻ പതുക്കെ നടന്നാൽ കുഴപ്പമില്ലല്ലോ. ദേ ഇരിക്കുന്നു ഡാഡിയുടെ ക്ലാസ്. ഡാഡി ബി, നിങ്ങൾ ഇത്ര നേരം അതിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. ആഹാ, പാവം ഡാഡി. എനിക്കറിയില്ല അത് എങ്ങനെ ഇവിടെ വന്നു എന്ന്. ഓ, അതിശയം തന്നെ. ഇതെങ്ങനെ വന്നു? നിങ്ങൾ പാവമായിക്കോ, പക്ഷെ വിഷമിക്കരുത്. ഞാൻ വിഷമിച്ചിട്ടൊന്നുമില്ല. ഹായ് കൂട്ടുകാരി, മീനുവിനെയും അപ്പൂനെയും ഡാഡിയെയും മമ്മിയെയും നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇനി നമുക്ക് അവരോടൊപ്പം ഒന്ന് ഡാൻസ് കളിക്കാൻ പോയാലോ?
apple. B for ball. C for cat. D for dog. This is a phonic sound. 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 A for elephant. F for fish. G for glass. H for hat. Ice cream. J for jack. K for key. L for leaf. This is a phonic sound. 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 M for mango. N for Nile. O for orange. B for pen. Q for Questin. R for rabbit. S for skating board. T for tiger. This is a phonic sound. This is a phonic sound.